മല്ലപ്പള്ളി പാറക്കുളത്തിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം പത്തനംതിട്ട ഫയർഫോഴ്സ് സ്ക്യൂബ ടീം തിരച്ചിൽ നടത്തി കണ്ടെത്തി. KSRTC വൈക്കം ഡിപ്പോ ജീവനക്കാരും ബഡ്ജറ്റ് ടൂറിസം കുടുംബവും ചേർന്ന് ഭിന്നശേഷി കുട്ടികൾക്ക് സൗജന്യ സ്നേഹയാത്ര സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കടുത്തുരുത്തി യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ഇലന്തൂരിലെ ഗാന്ധി സ്മാരകത്തിൽ പുഷ്പാർച്ചന, ഗാന്ധി സ്മൃതി, ഗ്രാമ ദർശൻ യാത്ര എന്നിവ സംഘടിപ്പിച്ചു. മല്ലപ്പള്ളി പഞ്ചായത്ത് പാടമൺ കാട്ടാമല പാറക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ യുവാവാണ് അബദ്ധത്തിൽ വീണ് മുങ്ങിപ്പോയത്. തിരുവല്ല അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ തിരുവല്ല അഗ്നിരക്ഷാ നിലയത്തിലെ സേനാംഗങ്ങളും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ S രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട ജില്ലാ സ്ക്യൂബ ടീമും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ലഭിച്ച സ്ഥലത്തെ ഉദ്ദേശം 40 അടി താഴ്ച ഉണ്ടായിരുന്നു. അടിയിൽ ചെളി ആയിരുന്നതിനാലും അടിത്തട്ട് കാണാൻ പറ്റാതിരുന്നതിനാലും തിരച്ചിൽ ദുഷ്കരമായിരുന്നു. സ്ക്യൂബ ഡൈവേഴ്സായ C രമേശ് കുമാർ, RS രാകേഷ്, S അസീം, KK രമാകാന്ത് എന്നിവരാണ് തിരച്ചിൽ നടത്തിയത്. KSRTC വൈക്കം ഡിപ്പോയിലെ ജീവനക്കാരും ബഡ്ജറ്റ് ടൂറിസം കുടുംബവും ചേർന്ന് ഓട്ടിസം, സെറിബ്രൽ പാൾസി ബാധിച്ച കുട്ടികൾക്കായി നടത്തിയ സൗജന്യ സ്നേഹയാത്ര സന്തോഷത്തിന്റെ നിമിഷങ്ങളായി. രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒപ്പം ഓരോ സ്ഥലങ്ങളും അവിടുത്തെ കാഴ്ചകളും നവ്യ അനുഭവമായി. വൈക്കം KSRTCയിൽ രാവിലെ കേക്ക് മുറിച്ച് ആരംഭിച്ച യാത്ര ഹിൽ പാലസ്, വാട്ടർ മെട്രോ, ഫോർട്ട് കൊച്ചി ചൈനീസ് നെറ്റ്, ബീച്ച്, മട്ടാഞ്ചേരി മെട്രോ റെയിൽ, കുട്ടികൾക്കുള്ള പാർക്ക് എന്നിവിടങ്ങളിൽ ചുറ്റിക്കറങ്ങി രാത്രിയോടെയാണ് മടങ്ങിയെത്തിയത്. സ്വയം യാത്രകൾ ആസ്വദിക്കുക മാത്രമല്ല, സ്വതന്ത്രമായ യാത്രകൾ പ്രതിബന്ധങ്ങൾ ഉള്ളവർക്ക് കൂടി മനോഹരമായ യാത്രകൾ ഒരുക്കി സ്നേഹം പങ്കുവച്ച് നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് യാത്ര സംഘടിപ്പിച്ചത്. വൈക്കം തലയാഴം തേജസ് സ്കൂളിലെ കുട്ടികളും അവരുടെ രക്ഷിതാക്കളുമാണ് യാത്രയിൽ പങ്കെടുത്തത്. ഇത്തരം അസുഖങ്ങൾ ബാധിച്ച 97 കുട്ടികളാണ് ഇവിടെ ചികിത്സ തേടുന്നത്. യാത്രയുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. ഇനിയും ഇത്തരം യാത്രകൾ വേണമെന്ന് താല്പര്യത്തിലാണ് പലരും മടങ്ങിയത്. ഞങ്ങൾ ഇവിടുന്ന് ആദ്യം ഹിൽ പാലസിൽ പോയി, പിന്നെ വാട്ടർ മെട്രോ പോയി, പിന്നെ മെട്രോ ട്രെയിനിൽ പോയി. എല്ലാം നല്ല ഇവർ വലിയ ഹാപ്പിയല്ലേ. അവർ കൂട്ടുകൂടി ഇങ്ങനെ പോകാൻ കിട്ടുന്ന വളരെ ചുരുക്കം ചില അവസരങ്ങളല്ലേ ഉള്ളൂ. അവരത് അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലായിരുന്നു? പുറം ലോകത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത കുട്ടികൾക്കായി സൗജന്യമായി ഒരു വിനോദയാത്ര ഒരുക്കിയതിന്റെ സന്തോഷത്തിലാണ് KSRTC ജീവനക്കാർ. എൻജോയ് ചെയ്തു. കുട്ടികളൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു. ഇതുപോലത്തെ യാത്രയുടെ ഭാഗമാകാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഇനി ഇതുപോലെ നല്ല യാത്രയുടെ ഭാഗമാകാൻ പറ്റട്ടെ. നമ്മുടെ BTC കോർഡിനേറ്ററാണ് ശ്യാംദാസാണ് ഇതിന് മുൻകൈ എടുത്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ യാത്ര സംഘടിപ്പിച്ചത്. നമ്മുടെ വൈക്കം ഡിപ്പോ എല്ലാ ജീവനക്കാരും ഇതിനൊരു ഭാഗമായിട്ടുണ്ട്. എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഇതിന് വീട്ടിലുണ്ട്. KSRTC വൈക്കം AT ഷിബു, കോർഡിനേറ്റർ P ശ്യാംദാസ്, തേജസ് സ്കൂൾ ടീച്ചിങ് കോർഡിനേറ്റർ S ഗിരിജാകുമാരി, KSRTC ജീവനക്കാരായ MB അനിൽ, ചിന്നു ഭാസ്കരൻ, J വേണുഗോപാൽ എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. സംഘടനയുടെ 33ാമത് സംസ്ഥാന വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായി കടുത്തുരുത്തി യൂണിറ്റ് വാർഷിക സമ്മേളനം കടുപ്പൂരാൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് പതാക ഉയർത്തലിന് ശേഷം വൈസ് പ്രസിഡന്റ് അന്നമ്മ PGയുടെ അധ്യക്ഷതയിൽ കടുത്തുരുത്തി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PB സുനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി KT പവിത്രൻ സ്വാഗതവും വാർഷിക റിപ്പോർട്ട് സെക്രട്ടറി PM ശശിയും കണക്ക് KV തോമസും അവതരിപ്പിച്ചു. A പത്രോസ് സംഘടന റിപ്പോർട്ട് അവതരിപ്പിച്ചു. MK ലളിത, ജോർജ് കുട്ടി, അന്നമ്മ CK, ഉഷ KT, KM വിജയൻ, അന്നമ്മ PJ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് PN ലൂക്കോസ് പുല്ലൻകുന്നേൽ, സെക്രട്ടറി PM ശശി പാറയിൽ, ട്രഷറർ KV തോമസ് കല്ലേലിപ്പള്ളി എന്നിവർ അടങ്ങുന്ന 21 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇലന്തൂർ ഗാന്ധി സ്മൃതി മണ്ഡപത്തിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ഇലന്തൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഗാന്ധി സ്മൃതി ചടങ്ങുകൾ കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി സംസ്ഥാന സെക്രട്ടറി പനങ്ങോട്ടുകോണം വിജയൻ ഉദ്ഘാടനം ചെയ്തു. ലഹരിയിലും ഹിംസയിലും അമരുന്ന സമൂഹത്തെ രക്ഷിക്കാൻ ഗാന്ധി ദർശനങ്ങൾക്ക് സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു.
അഹിംസയ്ക്കായി നിലകൊള്ളുന്നവരെ ഹിംസിക്കുന്നത് വലിയ വിപത്തുകൾ വരുത്തി വെക്കുമെന്നും പ്രസ്താവിച്ചു. KPGD ജില്ലാ കമ്മിറ്റി ചെയർമാൻ KG റെജിയുടെ അധ്യക്ഷതയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഗാന്ധി വധം എന്ന് പറയുന്നത് കേവലം ഒരു മനുഷ്യന്റെ വധം ആയിരുന്നില്ല, ഒരു വലിയ ആശയത്തെയാണ് നശിപ്പിക്കുവാൻ, വധിക്കുവാൻ ആ ശ്രമത്തിലൂടെ ആ ചിലർ നടത്തിയ ശ്രമങ്ങൾ എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ കൂടുതൽ കൂടുതൽ ഉയർത്തെഴുന്നേൽക്കുകയും അത് ലോകമെമ്പാടും കൂടുതൽ പ്രശസ്തി ആർജിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ലോക ജനത ഇലന്തൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിസ്റ്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ K. കുമാർജിയുടെ മകനും ഇഗ്നോ ഫാക്കൽറ്റിയുമായ K. ഭദ്രകുമാറിനെ ആദരിച്ചു. ഗാന്ധി ഹത്യ കേവലം ഒരു വ്യക്തിയെ കൊല ചെയ്ത സംഭവമല്ലെന്നും മറിച്ച് ഒരു ആശയത്തെയാണ് കൊല ചെയ്യാൻ ശ്രമിച്ചതെന്നും K. ഭദ്രകുമാർ പറഞ്ഞു. അദ്ദേഹമായിട്ട് ഞാൻ ഒരുപാട് സംസാരിക്കാൻ പിന്നെയുള്ള ഒരാളായിരുന്നു നമ്മുടെ വടക്കേ കേരളത്തിലുള്ള രാഘവൻ ഒരുപാട് ഗാന്ധിയോടൊപ്പം ഡൽഹി യാത്രയിലുണ്ടായിരുന്ന ആൾ. അപ്പൊ ഇവരോട് പലരോടും ദീർഘമായി സംസാരിക്കാനുള്ള അവസരം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഗാന്ധി അറിഞ്ഞൊന്ന് പോരേടോ തനിക്ക് എന്ന ഉള്ളിൽ നിന്ന് ചോദിക്കാൻ തുടങ്ങി. അതുകൂടാതെ ഗാന്ധിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രനെ പലരോട് ഒരുമിച്ച് ഒരു 4 വർഷം ഞാൻ ഒരുമിച്ച് താമസിച്ചു. പക്ഷെ അവരാരും പോലും ഗാന്ധി കണ്ടില്ല. 2 പേര് രാജ്മോഹൻ ഗാന്ധിയുടെ മക്കൾ. രാജ്മോഹൻ ഗാന്ധിക്ക് ഒരു പക്ഷേ 13 വയസ്സാണ് ഗാന്ധി. പിന്നെ ഗോപാൽ കൃഷ്ണ ഗാന്ധിയുടെ ബംഗാളിലെ ഗവർണറായിരുന്നു ഗോപാൽ കൃഷ്ണ ഗാന്ധി. അദ്ദേഹത്തിന്റെ 2 മക്കളാണ്. ഗോപാൽ കൃഷ്ണ ഗാന്ധിക്ക് 3 വയസ്സാണ് ഗാന്ധി. അപ്പോ ഇവർക്കൊന്നും പോലും കിട്ടാത്ത ഭാഗ്യം കിട്ടണമെന്ന് വിചാരിക്കുന്ന അധിക പ്രസംഗത്തിന് ഞാനൊരു വിരാമം ഇടുന്നു. അപ്പൊ ഇതില് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഗാന്ധി എന്ന് പറയുന്ന ഒരു ആശയം. KPGD സംസ്ഥാന സെക്രട്ടറി ബിനു S. ചാമക്കാലിൽ ഗാന്ധി പ്രഭാഷണം നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനി പ്രദീപ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ മനോജ്, സംസ്ഥാന കൗൺസിലർ എലിസബത്ത് അബു, M. അബ്ദുൽ കലാം ആസാദ്, സോമൻ ജോർജ്, ഫിൽസൺ ചിറക്കാല, KP മുകുന്ദൻ, ജോൺസ് യോഹന്നാൻ, ബാബുക്കുട്ടൻ, അനൂപ് മോഹൻ, ലീലാരാജൻ, AT ഷാമുവൽ, അഡ്വക്കേറ്റ് ഷിറിൻ M. തോമസ്, PT രാജു, പ്രദീപ് കുളങ്ങര, പ്രകാശ് പനങ്ങാട്ട്, മേഴ്സി ഷാമുവൽ, സോണി ഗംഗാധരൻ, ജോർജ് വർഗീസ്, ഉഷ തോമസ്, സുധർമ്മ S, MT വർഗീസ്, സതി ദേവി, TT മധുസൂദനൻ, അനീഷ് രാജ്, ബിന്ദു ജോർജ് എന്നിവർ സംസാരിച്ചു.